ഓരോ മനുഷ്യന്മാർ കിടന്ന് ഉറങ്ങണക്കാൻ റോട്ടുമ്മ കണ്ടില്ല ഞങ്ങൾ. രാവിലെ പുലർച്ചെ 4:45 എഴുന്നേൽക്കും. 4:45 എഴുന്നേറ്റിട്ട് ഇതുവരെ കണ്ടിട്ടൊക്കെ ഓരോരുത്തർ കിടന്നുറങ്ങുക. അത്രയും പുലർച്ചെ എഴുന്നേറ്റിട്ട് പിന്നെ സുബഹി നിസ്കാരം വാങ്ങിക്കൊടുത്ത് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു മനുഷ്യനും ബോംബെയിൽ അങ്ങനെ എഴുന്നേറ്റിട്ടുണ്ടാവില്ല. ആ സമയത്തൊക്കെ ഞാനും സംസയ്ക്കും പോവുകയാണ് തെങ്ങുംതോട്ടത്തേക്ക്. കുറച്ചോനെ അപകടങ്ങളൊന്നും വരുത്തല്ലേ. ഇതൊക്കെ തന്നെ ഞങ്ങളെ ഓരോരുത്തർ പ്രവാസികളുടെ ജീവിതം. എന്നിട്ട് പോയിട്ട് കുറുമ്പിൻ്റെയും കടുങ്ങലിൻ്റെയും കുത്തൊക്കെ കൊണ്ടിട്ട് ഞങ്ങൾ വരുന്നതാണ്. അത്രയും ഓരോരുത്തർ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഇവിടെ കടകളാണ് ബോംബെയിൽ, കണ്ടില്ല നിങ്ങൾ. ഇതൊന്നും തുറന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ പ്രവാസികൾ കാണാത്ത രാജ്യത്ത് പോയിട്ട് ഓരോരുത്തർ രാവിലെ നീക്കണ, പള്ളിക്ക് പോകണ, ചിലർ അമ്പലത്തിൽ പോകണ, ചിലർ വീട്ടിലിരുന്നിട്ട് നിസ്കരിക്കണം, ചിലർ വീട്ടിലിരുന്നിട്ട് ദൈവത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കണം. എന്നിട്ട് പാവങ്ങൾ രാവിലെ പോവുകയാണ്. തിരിച്ചു വരും എന്നുള്ള യാതൊരു പ്രതീക്ഷയില്ലാത്ത പോക്കാണ്. കുറേ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യന്മാർക്കും അള്ളാഹുവിന് ദീർഘായുസ്സ് കൊടുക്കുക റബ്ബേ. ആരും ഒരു മനുഷ്യനും ഒരാളെ ദ്രോഹിക്കാതെ, ഒരാളെ പറ്റിച്ച് തിന്നാതെ ജീവിക്കുന്നതാണ്. ആരും വേദനിപ്പിക്കല്ല അള്ളാഹ്. ഇന്നത്തെ വീഡിയോ ആണ് 30-ാം തീയതിയിലത്തെ. ഞാൻ ചാടിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഇവിടുന്ന് ചാടിക്കുക. ഈ ചായയുടെ പ്രത്യേകത അതെ, തുപ്പല്ലേ, തുപ്പിട്ട് മേത്തേക്കാവുക കുളിക്കുഞ്ഞിട്ട് നമ്മൾ വിട്ടിക്കട്ടെ. പിന്നെ ഈ ചായയുടെ പ്രത്യേകത എന്താ പറയുക, ഒരു ഹൈന്ദവ സഹോദരൻ്റെ ചായക്കടയാണ്. അപ്പോൾ ഗുജറാത്തിൻ്റെ കേട്ടോ, നല്ലൊരു മനുഷ്യനാട്ടോ, എളുപ്പം വരും ഇതിൻ്റെ ഓണർ. അപ്പോൾ ഇപ്പുറത്താണ് പള്ളി. എല്ലാവരും നിസ്കരിച്ചിട്ട് ഒരുവിധം മുസ്ലിങ്ങളോ ഒക്കെ ഇവിടെ വന്നിട്ട് നല്ലപോലെ ഇരുന്നിട്ട് ചാടിക്കണം. അതൊരു സംഭവം തന്നെ. ഇതാണ് ആ സൈറ്റ്, ഞാൻ പറഞ്ഞ സൈറ്റ് ഇതാണ് ഇതിലെ. അപ്പോൾ അതൊക്കെ കൊടുക്കും. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരുവിധം ആൾക്കാരൊക്കെ എല്ലാവരും ഇവിടേക്കാണ് വരിക. ചാടിക്കാൻ അങ്ങോട്ടേക്കാണ് വരിക. ഒരുവിധം ആൾക്കാരൊക്കെ ഇവിടെ ചാടിക്കാൻ വരിക. എല്ലാവരും നല്ലൊരു മനുഷ്യനാണ് എല്ലാവരും. അതാണ് ഈ ചായ കച്ചവടത്തിൻ്റെ പ്രത്യേകത. പക്ഷേ ആൾക്കാർ നല്ല വരും കേട്ടോ. എന്നിട്ട് ഇവിടെ ഒന്നും ചായ കച്ചവടമില്ല. രാവിലെ ഈ മനുഷ്യൻ നേരത്തെ കാലത്ത് തുറന്നിരിക്കും. എനിക്ക് കൂടുതൽ പറയണില്ല. ഞാൻ വളർത്തുന്ന പൂച്ചല്ല, ഇത് ഇയാൾ വളർത്തുന്ന പൂച്ച.